മറ്റൊന്നും അല്ല കേട്ടോ. എന്തായാലും വീടിൻ്റെ ഭിത്തി ഇവിടെ പെയിനായിട്ട് കിടക്കുക. പിന്നെ അവിടെ ഒരു കറണ്ടിൻ്റെ ഒരു ഇലക്ട്രിക് ഫ്യൂസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കവർ ചെയ്ത് പോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഫേസ് ആണ് വരയ്ക്കുന്നത്. വരയ്ക്കുമ്പോൾ വേറെ ഒരു കാര്യം മനസ്സിലുണ്ട്. ഇന്ത്യൻ ബേക്കറിയിൽ, തൊടുപുഴയിൽ ഇന്ത്യൻ ബേക്കറിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഒരു ലേഡിയുടെ മുഖവും ഒരു പ്രത്യേക തരത്തിൽ ഭിത്തി വരച്ചിട്ടുണ്ട്. അത് കണ്ട് കോപ്പി അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ ആഗ്രഹമാണ് വീട്ടിൽ എവിടെയും വരയ്ക്കണം എന്നുള്ളത്. അപ്പം ഒട്ടും വൈകിൽ അവിടെ പോയി വന്നതാണ് ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പെൻസിൽ വെച്ച് ആദ്യം വരച്ചിട്ട് ഞാൻ അതിൻ്റെ പൊക്കത്തെ മാർക്കർ വെച്ചാണ് ട്രേസ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. ശരിക്കും മാർക്കർ വെച്ച് വരച്ച് കഴിഞ്ഞാൽ മങ്ങി പോകും കുറച്ച് കഴിയുമ്പം, അതത്ര ലാസ്റ്റ് ചെയ്യല. അത് ശരിക്കും പെയിൻറ്റ് വെച്ച് തന്നെയാണ് വരയ്ക്കുന്നത് നല്ലത്, ബ്രഷ് പെയിൻറ്റ് ഉപയോഗിച്ച്. പക്ഷേ എനിക്കത് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടും എനിക്ക് കംഫർട്ടബിൾ ഈ മാർക്കർ ആയതുകൊണ്ട് ഞാൻ വെച്ച് വരയ്ക്കണം കേട്ടോ. ഇനി മുടിയാണ് വരയ്ക്കുന്നത്, ഫേസ് കംപ്ലീറ്റ് ആയി. മുടി വരയ്ക്കുമ്പോൾ എനിക്കോ തല മുടിയില്ല, എന്നാൽ പിന്നെ വരയ്ക്കുന്ന ഇമേജിനെങ്കിലും മുടി ഉണ്ടായിരുന്നു. നമുക്ക് മുടിക്ക് ഒരു വഞ്ഞം വരുത്തില്ല, നല്ല തിക്കായിട്ട് വരച്ചിരുന്നു കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഫേസ് വരയ്ക്കാൻ അത്ര എക്സ്പെർട്ട് അല്ല, എനിക്ക് തട്ടിമുട്ടി വരയ്ക്കാൻ അറിയാന്നുള്ളതേ ഉള്ളൂ. അത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ലീവ്സ് തലയിൽ മൊത്തം കവർ ചെയ്യാൻ നോക്കണം. മുടിയുടെ ബ്ലാക്ക് കളർ വരെ ലീവ്സ് ഫുൾ ഒട്ടിക്കാനുള്ള പരിപാടി അവിടെ ഞാൻ അങ്ങനെ കണ്ടത്. അപ്പോൾ അത് കോപ്പി ചെയ്യാനുള്ള പരിപാടി കേട്ടോ. എൻ്റെ കുറച്ച് ലീവ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി. അത് എൻ്റെ വിചാരം ഇത് അതുകൊണ്ട് ഇത് തികയുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ വൈറ്റ് കളർ റൊട്ടിക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അക്രിലിക്കിൻ്റെ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് വെറുതെ ഒരു കോട്ട് അടിച്ച് കൊടുക്കുക. അതിന് വൃത്തി വരെയൊന്നും വേണ്ട, വെറുതെ അടിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ലീവ്സ് ഓരോന്ന് എടുത്തിട്ട് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം ലീവ്സ് ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരേപോലത്തെ ലീവ്സ് ഒട്ടിച്ചാണ് കുറച്ചും കൂടെ ഭംഗി കാണാൻ. എൻ്റെ കയ്യിൽ ഇരുന്നതെല്ലാം തീർത്തേക്കാൻ ഓർത്ത് ഞാൻ ഒട്ടിച്ചു. പക്ഷേ ഒട്ടിച്ച് വന്നപ്പോൾ കാര്യം മനസ്സിലായി, പണിപ്പാളി. എൻ്റെ ലീവ്സ് തികയല്ല, മുടിക്ക് കാലം കൂടിയതും എൻ്റെ കയ്യിൽ ലീവ്സ് തികയാതെ പോയി സുഹൃത്തുക്കളെ. അതാണ് സംഭവിച്ചത്. പിന്നെ പോട്ടെ, ഉള്ളത് വെച്ചോണം പോലെ വിചാരിച്ച് മുഖത്തിലാണ് മാത്രം കവർ ചെയ്തു. ഞാൻ അടുത്ത പാർട്ടിൽ മൊത്തം നന്നായിട്ട് കവർ ചെയ്ത് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അവിടെ ഇങ്ങനെ ഞാൻ കണ്ട ഇമേജിൽ ഇങ്ങനെ ലിപ്പിന് കളറൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. ഞാൻ ഓർത്തു വേണ്ട, ലിപ്പിന് ഒരു കളറൊക്കെ കൊടുക്കാം, അത് കുറച്ചും കൂടെ രസം കാണും എന്നോർത്തുകൊണ്ട് ലിപ്പിനൊരു റെഡ് കളർ കൊടുക്കാൻ തീരുമാനിച്ചു. റെഡ് കളർ കൊടുക്കാം കേട്ടോ. പക്ഷേ അത് കൊടുത്ത് തുടങ്ങി കഴിയുമ്പോൾ തോന്നി വേണ്ടായിരുന്നു, അത് പ്ലെയിൻ ആയിട്ട് ഇടുന്നതായിരുന്നു വെച്ചും കൂടെ നല്ലത്, ഒരു ഭംഗി അതായിരുന്നു തോന്നി കേട്ടോ. നിങ്ങൾക്ക് തോന്നി പറയണേ, അതാണ് പ്ലെയിൻ ആയിട്ട് ഇരുന്നാണോ ലിപ്പിന് കളർ ഉള്ളതാണോ നല്ലത് എന്ന് ഒന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാനത് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ആളല്ലാത്തതുകൊണ്ട് മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. എങ്കിലും മൊത്തത്തിൽ ഒരു ആനച്ചന്തം അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പെയിൻറ്റ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് കളർ കിട്ടില്ല, പിന്നെ മങ്ങിപ്പോ പെയിൻ്റെ കളർ. അപ്പോൾ അത് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ അവിടെ ഒരു ഡാർക്കൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ബ്രഷ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് കണ്ണ് രണ്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് ചുണ്ടുണ്ടല്ലോ ലിപ്പിൻ്റെ പോർഷൻ ബാക്കി ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പരിപാടി പറ്റി ഒരു അർത്ഥം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പിന് ഔട്ട്ലൈൻ ഒക്കെ കൊടുത്ത് നോക്കിയായിരുന്നു. പക്ഷേ അകത്തെ ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടോ, അത് അങ്ങനെ തന്നെ മതിയായിരുന്നു. പക്ഷേ ഞാനതിനൊരു ബ്ലാക്ക് കളർ കുറച്ച് എക്സ്ട്രാ കൊടുത്തു. അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കെന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. എങ്ങനെയുണ്ടോ നിങ്ങൾ പറയണേ. പിന്നെ നോട്ട്സും ഒന്ന് പറ്റുന്ന പോലെയൊക്കെ വൃത്തിയാക്കുക കേട്ടോ. എനിക്കറിയാം ഫേസിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും പെർഫെക്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. നല്ലപോലെ വരയ്ക്കുന്നവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ എനിക്ക് കണ്ട കാര്യം ഒന്ന് കണ്ട് ഒരു പകർത്തി എടുക്കാന്നുള്ളതാണ്. ഇനിയും ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല. ഫിൽ ചെയ്യാനും ഡീറ്റെയിലിംഗ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഔട്ട്കം എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചുണ്ടയിലും ഇതുപോലെ എന്തൊക്കെ ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, ടാർഗൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. അതിനുശേഷം നോസ് ആണെങ്കിലും എവിടെയൊക്കെയാണോ നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ടത് അവിടെയൊക്കെ അത് പെയിൻറ്റ് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഫേസ് വരയ്ക്കാൻ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ, അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. എന്നാലും അറിയാവുന്ന പോലെ ചെയ്യാന്നുള്ളതാണല്ലോ, അതിൻ്റെ രസം. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് അവസാനം അതിൻ്റെ ഒരു ഭംഗി കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം. ചുമ്മാതാണ് ഒരു രസം, ഒരു നേരം പോക്ക്, അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ ഇന്ത്യൻ ബേക്കറിയിൽ എങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ചെയ്തതും അത് കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയത്. ഞാനതൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് പാർട്ടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണണേ, കണ്ടിട്ട് അഭിപ്രായം പറയണം എങ്ങനെയാണെന്നുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. മോൾ ഫില്ലായിട്ടില്ല, പക്ഷേ ഫില്ലായിട്ട് വന്നു കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.